The next phylum is Phylum Platyhelminthus. As the name indicates, Platyhelminthus means flatworms. Helminth എന്ന് പറയുന്നത് worms related ആണ്. That is, helminthology is the study of Platyhelminthus. Okay, Phylum Platyhelminthus. The major characters, they are acoelomate, triploblastic. Since they are triploblastic, there arises the question of whether they are coelomates, pseudocoelomates or acoelomates. നമ്മൾ അതിൻ്റെ കാരണം പറഞ്ഞു. Triploblastic means there is the presence of 3 germ layers. Which are they? That is ectoderm, endoderm and mesoderm. In the above phylum, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഇതിന് മുമ്പുള്ള ഫൈലത്തിൽ, അതായത് ഫസ്റ്റ് കേസിൽ പോറിഫറയിൽ 3 ജേം ലെയേഴ്സ് ഉണ്ടായിട്ടില്ല, അതിന് മുമ്പ് ഡെവലപ്മെൻറ്റ് നടക്കുകയാണ്, അത് തന്നെ ഡെവലപ്പ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ട്രിപ്ലോ ഡിപ്ലോ എന്നുള്ള കണ്ടീഷൻ ഇല്ല. ഇനി നിഡേറിയൻസിനെയും നിഡേറിയൻസിനെയും ടീനോഫോറൻസിനെയും നോക്കിക്കഴിഞ്ഞാൽ the condition is diploblastic because in between the ectoderm and endoderm there is non-cellular structure known as mesoglia, while in case of Platyhelminthus there is a mesoderm in between ectoderm and endoderm. So they are known as triploblastic. Then there is the coelom acoelomate. നമ്മൾ പറഞ്ഞു ഒരു ട്രൂ ബോഡി ക്യാവിറ്റി ഇല്ല. ട്രൂ ബോഡി ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? A cavity which is lined by mesoderm on either side. അതിനാണ് ട്രൂ ബോഡി ക്യാവിറ്റി എന്ന് പറയുന്നത്. Also this coelom will be filled with coelomic fluid. ഇങ്ങനെ കുറേ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ സീലോം ഒരു ട്രൂ സീലോം ആണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ഇവിടെ acoelomate ആണ്, അതായത് there is no coelom. Then they are bilaterally symmetrical. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ഇതുവരെ റേഡിയൽ സിമെട്രിയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ പോറിഫറ ആയാലും ശരി, പോറിഫറ എസിമെട്രി ഓർ റേഡിയൽ സിമെട്രി ആയിരുന്നു. ടീനോഫോറൻസ് ആൻഡ് നിഡേറിയൻസ് റേഡിയൽ സിമെട്രി ആയിരുന്നു. ഹിയർ ഇസ് ദ ഫസ്റ്റ് ഫൈലം വിച്ച് ഷോസ് ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ആൻഡ് ബൈലാറ്ററൽ സിമെട്രി ആൻഡ് ഓൾസോ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതും ഒരു ഇമ്പോർട്ടൻ്റ് അച്ചീവ്മെൻ്റ് ആണ്. ഇതുവരെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഉണ്ടായിരുന്നത്. ഒരു ഓർഗൻ എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് ലെവലിലേക്ക് എത്തിയിരുന്നില്ല. ഇവിടെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. And then the body is dorsoventrally flattened, so they are known as flatworms. Dorsoventrally എന്ന് പറഞ്ഞാൽ എന്താ? ഡോർസൽ, which is the dorsal side. This is the dorsal side. ഇപ്പോൾ ഒരു ഓർഗാനിസം ഉണ്ടെങ്കിൽ this is the, ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിനെ നോക്കിക്കഴിഞ്ഞാൽ this is the dorsal side. തല മാത്രമല്ല, ഫുൾ ഭാഗം, ആ പുറമെ ബാക്ക് സൈഡ് ഫുൾ dorsal side, and this is the ventral side. This is the ventral side. Okay, and which is the anterior side. Head, mouth, ആ റീജിയനൊക്കെ വരുന്നത് ആൻറ്റീരിയർ സൈഡ്, ആൻഡ് ദ കോഡൽ റീജിയൻ ഇസ് നോൺ ആസ് പോസ്റ്റീരിയർ സൈഡ്. ഓക്കെ, ദിസ് ഇസ് ദ ആൻറ്റീരിയർ സൈഡ് ആൻഡ് താഴേക്ക് വരുന്നത് പോസ്റ്റീരിയർ സൈഡ്. അങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ദെൻ ദേ ആർ ഡോർസോവെൻട്രലി ഫ്ലാറ്റൻഡ്. ഡോർസോവെൻട്രലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്ന ഒരു റിബൺ ഷേപ്പ് സ്ട്രക്ചറാണ് അത്ര. അതായത് ഇവിടെയും ഫ്ലാറ്റ്, ഇവിടെയും ഫ്ലാറ്റ്. അതാണ് അത് ഫ്ലാറ്റ് വേംസ് എന്ന് പറയുന്നത്. The study of Platyhelminthus is known as helminthology. Okay, but they are acoelomate, triploblastic, bilaterally symmetrical, and shows organ level of organization. That is, tissues aggregate to form organs which perform definite functions. Then they are dorsoventrally flattened. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഡോർസൽ സൈഡ്, ബാക്ക് സൈഡ് ഡോർസൽ സൈഡ്, ഇവിടെ വെൻട്രൽ സൈഡ്. രണ്ട് സ്ഥലവും ഇങ്ങനെ അടിച്ച് പരത്തിയ പോലെ, അതിനാണ് റിബൺ പോലെ, നമ്മുടെ തല കിട്ടുന്ന റിബണില്ലേ അതുപോലെ ഫ്ലാറ്റായിട്ട്. ദെൻ ദ ഹാബിറ്റ്, മോസ്റ്റ് ഓഫ് ദം വിൽ ബി പാരസൈറ്റ്സ്. ഹ്യൂമൻ പാരസൈറ്റ്സും ഒക്കെ ഉണ്ട്. മോസ്റ്റ്ലി പാരസൈറ്റ്സ്, സം ഫ്രീ ലിവിങ്, മെയിൻലി അക്വാട്ടിക്. ഫ്രീ ലിവിങ് ആണെങ്കിൽ മെയിൻലി അക്വാട്ടിക് ആയിരിക്കും. ഫ്രീ ലിവിങ്ങിനൊരു എക്സാമ്പിളാണ് പ്ലനേറിയ എന്ന് പറയുന്നത്. പാരസൈറ്റ്സിന് ടേപ്പ് വേം ഒക്കെ ഇല്ലേ, ടേപ്പ് വേം, നാടവിര എന്ന് കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഹ്യൂമൻ പാരസൈറ്റാണ്, ഹ്യൂമൻ ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റ്. അതൊക്കെ പാരസൈറ്റാണ്. ദെൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് ഇൻകംപ്ലീറ്റ് വിത്ത് ഓൺലി വൺ ഓപ്പണിംഗ്, മൗത്ത്. ഹിയർ ഓൾസോ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം പോലെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ബിക്കോസ് ദർ ഇസ് ഓൺലി വൺ ഓപ്പണിംഗ്. അതുപോലെ ഈ പാരസൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നും വെൽ ഡെവലപ്ഡ് ആവണമെന്നില്ല. പാരസൈറ്റ്സ് എന്താ ചെയ്യുക?
സെമി ഡൈജസ്റ്റഡ് ഫുഡ്, ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രൈനിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഫുഡിൻ്റെ സെമി ഡൈജസ്റ്റഡ് ഫോമിലുള്ള ഫുഡാണ് അവർ ഇൻടേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലഡാണ് സക്ക് ചെയ്തെടുക്കുന്നത് ചില പാരസൈറ്റ്സ്. അപ്പോൾ അവർക്ക് ഒരു വെൽ ഡെവലപ്ഡ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല, കാരണം സെമി ഡൈജസ്റ്റഡ് ഫുഡാണ് അവർക്ക് കിട്ടുന്നത്. ദെൻ സിഫലൈസേഷൻ ബിഗിൻസ് ഇൻ ഫ്ലാറ്റ് ഫോംസ്. വാട്ട് ഈസ് മീൻ ബൈ സിഫലൈസേഷൻ? സിഫാലിക് മീൻസ് ഹെഡ് റീജിയൻ. അപ്പോൾ ഒരു ഹെഡ് എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് വന്ന ഫസ്റ്റ് ഫൈലം, ഹെഡ് ഫോർമേഷൻ വന്ന ഫസ്റ്റ് ഫൈലമാണ് Platyhelminthus. Also circulatory and respiratory systems are absent. Heart, ലങ്സ്, അല്ലെങ്കിൽ ഹാർട്ടും ലങ്സും, ഹാർട്ടാണ് സർക്കുലേറ്ററി ഓർഗൻ. ലങ്സ് പലതരത്തില്ല, ഗിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് ഉണ്ട് ഓരോ ഓർഗൻസിനും. അപ്പോൾ എന്തായാലും റെസ്പിറേറ്ററി സിസ്റ്റവും ആബ്സെൻ്റ് ആണ്, കാരണം അത് അനേറോബിക് റെസ്പിറേഷൻ, അതായത് മിക്കവാറും ഉള്ളിലാണ്. ഇപ്പോൾ പാരസൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ ശരീരത്തിനുള്ളിലാണ് ജീവിക്കുന്നത്. പിന്നെ ഇതൊരു ടിപ്പിക്കൽ ഫ്ലാറ്റ് വോം എൻ്റെ സെഫാലിക് റീജിയൻ ആണ്. ഓക്കെ, ഇൻ ദ സെഫാലിക് റീജിയൻ ദ ബെയർ ഹൂക്സ്. ഈ കാണുന്നതാണ് ഹൂക്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഹൂക്ക്. ഹൂക്സ് ഫോർ അറ്റാച്ച്മെൻറ്റ്, ഹൂക്സ് ആൻഡ് സക്കേഴ്സ് ഫോർ സക്കിങ് ദ ഫുഡ്, സെമി ഡൈജസ്റ്റഡ് ഫുഡ് ഓർ ബ്ലഡ്. അപ്പോൾ ഇതാണ് അത് പറയുന്നത്. ഇതാ നാടവിര എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഫ്ലാറ്റാണ്, റിബൺ പോലത്തെ സ്ട്രക്ചറാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ. കണ്ടോ, ഒരു ഹെഡ് റീജിയൻ പോലെയുണ്ട്. ഹൂക്സ്, ഇവിടെ ഹൂക്ക് ഉണ്ട്, ഇത് സക്കേഴ്സ് ഉണ്ട്. ഓക്കെ, ദെൻ അതർ ക്യാരക്ടേഴ്സ്. നെർവസ് സിസ്റ്റം. ഓരോ സിസ്റ്റം, ഇപ്പോൾ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വന്ന സ്ഥിതിക്ക് നമുക്ക് ഓരോ സിസ്റ്റവും എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം ആർ ആബ്സെൻറ്റ്, and digestive system is incomplete with a single opening. Next one is nervous system. It is ladder like. Here we can see the nervous system. Okay, ഒരു ലാഡർ പോലത്തെ, നോക്കിയേ, ഏണി പോലെയല്ല ഇരിക്കുന്നത്, ഇങ്ങനെ ഏണി പോലെയല്ല ഇരിക്കുന്നത്, ലാഡർ പോലെയാണ് ഇരിക്കുന്നത്. അവിടെ ബ്രെയിൻ ഉണ്ട്, ഒരു ബ്രെയിൻ ഉണ്ട്, പിന്നെ 2 ലോഞ്ചിറ്റ്യൂണൽ ട്രങ്കും ഉണ്ട്. കണ്ടോ, ലാറ്ററൽ നെർവ് കോഡ് ഉണ്ട്, പിന്നെ ട്രാൻസ്വേഴ്സ് ആയിട്ട് അതിനെ ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളുമുണ്ട്. ഇതിനാണ് പറയുന്നത് nervous system is ladder like എന്ന് പറയുന്നത്. ഓക്കെ, then next one is excretory system. Excretion means removal of waste materials, nitrogenous waste. അപ്പോൾ excretion is done by protonephridia with flame cells. Very important. Excretory system specialized cells ഒക്കെയാണ്, അതുകൊണ്ട് അതിൻ്റെ പേരൊക്കെ നന്നായി ഓർമ്മ വയ്ക്കണം. protonephridia with flame cells, very important. നമുക്ക് കാണാം, ഒരു പ്രോട്ടോനെഫ്രീഡിയെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ഫ്ലെയിം സെൽസ്. നോക്കി, നമ്മുടെ നമ്മൾ ദീപാവലിക്ക് കത്തിച്ച് വയ്ക്കുന്ന ദീപം, ആ ദീപത്തിലെ ഫ്ലെയിം പോലെ ഇരിക്കുന്നത്. സോ ദേ ആർ നോൺ ആസ് ഫ്ലെയിം സെൽ. കണ്ടോ, എക്സ്ക്രീറ്ററി പോർ, ഇതിൽ കാണാം എക്സ്ക്രീറ്ററി പോർ കാണാം, ഇതിൽ കൂടെയാണ് എക്സ്ക്രീഷൻ നടക്കുന്നത്. അതുപോലെ ഫ്ലെയിം സെല്ലിൻ്റെ എവിടെയാണ് ഇരിക്കുന്ന സ്ട്രക്ചറൊക്കെ കാണാം. ഫ്ലെയിം സെല്ലിൻ്റെ ഒരു എന്താ പറയുക, വലിയ വ്യൂ, ഇതാണ് ഫ്ലെയിം സെൽ. അതൊക്കെ എങ്ങനെ എക്സ്ക്രീറ്ററി കനാലിലേക്ക് പോകുന്നു, അത്രയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഫ്ലെയിം സെൽ പ്രോട്ടോനെഫ്രിഡിയ എന്നുള്ള പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ദെൻ this flame cell or with protonephridia with flame cells help in osmoregulation and excretion. Excretion means removal of nitrogenous waste. And what is osmoregulation? Osmoregulation means it is the balancing of salt and water. അതായത് ഇപ്പോൾ ശരീരത്തിൽ എക്സസ് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിനെ എക്സ്പെൽ ചെയ്യാൻ, പുറത്തേക്ക് എക്സ്പെൽ ചെയ്യാൻ. അതായത് ഫ്രീ ലിവിങ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു മെയിൻലി അക്വാട്ടിക്. അപ്പോൾ എക്സസ് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ബാലൻസിന് പറയുന്ന പേരാണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്, ബാലൻസ് ചെയ്യുന്നതിന്. അപ്പോൾ എക്സസ് വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്ക്രീറ്ററി പോർ വഴി ഈ ഫ്ലെയിം സെൽസ് ഒക്കെ ഉപയോഗിച്ച് പുറത്തേക്ക് കളയും. അതിനാണ് പ്രോട്ടോനെഫ്രിഡിയ വിത്ത് ഫ്ലെയിം സെൽസ് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. കാണാം, ഫ്ലെയിം സെൽ എവിടെയാണ് ഇരിക്കുന്നത്, ഫ്ലെയിം സെല്ലിൻ്റെ ഒരു എൻലാർജ് വ്യൂ ആണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ സീലിയ ഉണ്ട്, ഫ്ലൂയിഡ് എക്സ്ക്രീറ്ററി കനാലിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്യാണ്, അതൊക്കെ കാണിക്കുന്നുണ്ട്. Then other characters. Reproduction, they are generally bisexual and fertilization is internal.
Development is through many larval stages. Larval stages ഞാൻ പറയുന്നതാണ്. Fertilization internal എന്താണെന്ന് ഞാൻ പറയുന്നതാണ്. അത് fertilization occurs inside the body. Then they also shows they are also hermaphrodites, but because ovary and testis are seen in the same organism, hermaphrodites എന്ന് പറയും. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അതായത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് പ്രസൻറ്റ് ഇൻ ദ സെയിം ഓർഗാനിസം. ശ്രദ്ധിക്കുക, ഹിയർ വി സ്റ്റാർട്ട് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതുകൊണ്ടാണ് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഓവറി, ടെസ്റ്റിസ് എന്നൊക്കെ പറയുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, ദേ ആർ ഓർഗൻസ്, കളക്ഷൻ ഓഫ് ടിഷ്യൂസ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിലേക്ക് വരുന്ന ഓർഗൻ എന്ന് പറഞ്ഞ ഒരു രൂപത്തിലേക്ക് വരുന്നത് ഫസ്റ്റ് ഫൈലം ഇസ് പ്ലാറ്റിഹെൽമിൻതസ്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഇസ് ത്രൂ മെനി ലാർവൽ സ്റ്റേജസ്. അതായത് which type of development is this? That is indirect development. If there is a presence of larva, then the development will be indirect, and if there is no larval stage, then the development will be direct. Okay. Then asexual reproduction occurs by fragmentation and regeneration. Fragmentation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പീസായിട്ട് മുറിയാണെന്ന് വിചാരിക്കുക, അതിൽ നിന്ന് പുതിയ ഓർഗാനിസം എറൈസ് ചെയ്യുക, അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്, റീജനറേഷൻ എന്നൊക്കെ പറയുന്നത്. പ്ലനേറിയൻസ് പൊസസ് എ ട്രമൻഡസ് പവർ ഇൻ റീജനറേഷൻ. അതായത് പ്ലനേറിയൻ നമ്മൾ കുറേ കഷ്ണങ്ങളാക്കിയിട്ടാൽ ഓരോ കഷ്ണത്തിൽ നിന്നും പുതിയ ഓർഗാനിസം എറൈസ് ചെയ്യുന്നു, അതാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അതിൻ്റെ ക്ലാസസ്: ടർബലേറിയ, ട്രെമറ്റോഡ, സെസ്റ്റോഡ. ടർബലേറിയയ്ക്ക് പ്ലനേറിയാണ് എക്സാമ്പിൾ. ഈ കാണുന്നതാണ് പ്ലനേറിയ. ഡ്യൂജീസിയ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. ദെൻ ട്രെമറ്റോഡയ്ക്ക് എക്സാമ്പിൾ ഫാഷ്യോള ഹെപ്പാറ്റിക്ക. ദറ്റ്സ് ലിവർ ഫ്ലൂക്ക്. നമ്മൾ സെക്കൻഡ് ഇയറിൽ അത് പ്രാക്ടിക്കലിനൊക്കെ പഠിക്കുന്നുണ്ട്. ലിവർ ഫ്ലൂക്ക് എന്ന് പറയും. ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ്, നിങ്ങൾക്ക് കാണാം, ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ്. അത് ഈ കാണുന്ന സാധനം ലീഫ് പോലിരിക്കുന്ന സ്ട്രക്ചർ. ദെൻ ഓൾസോ ഷൈസ്റ്റോസോമ, ദറ്റ് ഇസ് ബ്ലഡ് ഫ്ലൂക്ക്. ലിവർ ഫ്ലൂക്കിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഫാഷ്യോള ഹെപ്പാറ്റിക്ക. Then comes the third class, that is Cestoda. An example, Taenia solium. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് Taenia solium. Taenia solium ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഒക്കെയാണ് ഞാൻ നേരത്തെ കണ്ടത്. അതാണ് നമ്മൾ നാടവിര എന്ന് പറയുന്ന ടേപ്പ് വോം, നമുക്ക് കോമൺ ആയിട്ട് കേൾക്കുന്ന ടേപ്പ് വോം. ദെൻ ടർബലേറിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ടർബലേറിയൻസ് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ പറഞ്ഞില്ലേ, ടർബലേറിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ കാണിക്കുന്നത് പ്ലനേറിയയുടെ റീജനറേഷൻ. പ്ലനേറിയ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പീസിൽ നിന്നും പുതിയ ഓർഗാനിസം റീജനറേറ്റ് ചെയ്യും, അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലാറ്റിഹെൽമിൻതസ് എന്ന് പറയുമ്പോൾ എസിലോമേറ്റ്, triploblastic, bilaterally symmetrical, and shows organ level of organization, and the organism is dorsoventrally flattened. The study of Platyhelminthus is known as helminthology. Then mostly they are parasites. Example, tapeworm ഒക്കെ പാരസൈറ്റ് ആണ്. അതുപോലെ തന്നെ ഫാഷ്യോള അതൊക്കെ പാരസൈറ്റ് ആണ്. ഓൺലി ഫ്യൂ ആർ ഫ്രീ ലിവിങ്. എക്സാമ്പിൾ പ്ലനേറിയ പോലെ കുറച്ചെണ്ണം ഫ്രീ ലിവിങ് ഉണ്ട്. പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ബിക്കോസ് ദർ ഇസ് ഓൺലി എ സിംഗിൾ ഓപ്പണിംഗ് വിച്ച് സെർവ്സ് ബോത്ത് ആസ് മൗത്ത് ആൻഡ് ഏനസ്. മൗത്ത് ഏനസ് എന്നൊരു ഡിഫറൻസിയേഷൻ ഇല്ല, ഒരു സിംഗിൾ ഓപ്പണിങ്ങേ ഉള്ളൂ. സോ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് സെറ്റ് ടു ബി ഇൻകംപ്ലീറ്റ്. ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം ആർ ആബ്സെൻറ്റ്. ഓൾസോ സിഫിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഫസ്റ്റ് അപ്പിയർ ഇൻ case of Platyhelminthus. Civilization means organization of head region. ഹെഡ് എന്ന് പറയുന്ന ഒരു റീജിയൻ. ഹെഡ് റീജിയനിൽ എന്തൊക്കെ ഉണ്ടാവും? സെൻസ് ഓർഗൻസ് ഒക്കെ ഉണ്ടാവും. നമ്മളെ സക്കേഴ്സ്, ഹൂക്സ് ആൻഡ് സക്കേഴ്സ് അതൊക്കെ ഉള്ള ഹെഡ് റീജിയനിൽ അങ്ങനെയല്ല, നമ്മുടെ സെൻസിങ് സ്ട്രക്ചേഴ്സ് ഒക്കെ അല്ല ഉണ്ടാവാം. കാരണം ഹെഡാണ് ഒരു പുതിയ എൻവയോൺമെൻറ്റിലേക്ക് ഫസ്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഹെഡാണ്. ഒരു ക്രോളിംഗ് ഓർഗാനിസിനെ സംബന്ധിച്ച് നോക്കുക, അല്ലെങ്കിൽ തന്നെ ഏത് ഓർഗാനിസം ആണെങ്കിലും ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹെഡാണ്. അപ്പോൾ ആ ഹെഡിൽ സെൻസറി സ്ട്രക്ചേഴ്സ് ആയിരിക്കും അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ടു സെൻസ് ദ സറൗണ്ടിങ്സ്, ന്യൂ സറൗണ്ടിങ്സിനെയൊക്കെ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ വേണ്ടി സിഫിലൈസേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ആ സിഫിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പ്ലാറ്റിഹെൽമിൻതസിലാണ്. ദെൻ ഒരു ടേപ്പ് വേമിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ, വലിയ എൻലാർജ് വ്യൂളും കാണിച്ചിരിക്കുന്നുണ്ട്. അവിടെ ഹുക്സും സക്കേഴ്സും ഒക്കെ പ്രസൻ്റ് ആണ്. ഹുക്സ് ആൻഡ് സക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റിനും ആ ഫ്ലൂയിഡ് സക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ്, സക്കേഴ്സും ഹുക്സും. ദെൻ നെർവസ് സിസ്റ്റം
as ladder like, ഒരു ഏണി പോലത്തെ നെർവസ് സിസ്റ്റമാണ്. ഇവിടെ കാണാം, ഇതാ ഈ കാണുന്നത് ബ്രെയിനും പിന്നെ ലാറ്ററൽ നെർവ് കോഡ് എന്ന് പറയും. അതിലിങ്ങനെ ബ്രാഞ്ചസ് വെച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതാണ് നെർവസ് സിസ്റ്റം ലാഡർ ലൈക്ക് എന്ന് പറയാൻ കാരണം. Then excretory system, that is with the help of protonephridia with flame cells that helps in excretion as well as osmoregulation. Okay, protonephridia ആ ഫ്ലെയിമിൻ്റെ ഒരു ആളുന്ന തീ കത്തുന്നതിൻ്റെ ഒരു അപ്പിയറൻസ് ഉള്ളതുകൊണ്ടാണ് അതിനെ ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. അതാണ് എക്സ്ക്രീഷനും ഓസ്മോറെഗുലേഷനും സഹായിക്കുന്നത്. Then comes the reproductive system. Sexes are not separate, that is, they are bisexual or shows hermaphroditism. Fertilization is internal and development is indirect with lot of larval stages. Then asexual reproduction occurs by fragmentation and also by regeneration. Then planarian shows tremendous capacity of regeneration. Regeneration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിൽ നിന്ന് പുതിയ ഓർഗാനിസം ഉണ്ടായി വരിക. 3 classes are there: Turbularia, Trematoda and Cystoda. Turbulariയുടെ എക്സാമ്പിളാണ് പ്ലാനേറിയ. ട്രമറ്റോഡ എക്സാമ്പിളാണ് ഫാഷ്യോള അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക് എന്ന് പറഞ്ഞ സാധനം. ആൻഡ് ഓൾസോ ഷൈസ്റ്റോസോമ. ദെൻ സിസ്റ്റോഡയുടെ എക്സാമ്പിൾ ടീനിയ സോളിയം ഓർ ടേപ്പ് വേം. ഇപ്പോൾ പ്ലാറ്റിഹെൽമിൻതസ് എന്ന് കേട്ടാൽ തന്നെ ഫ്ലാറ്റ് വേം എന്നാണ് ഓർക്കേണ്ടത്. ദിസ് ഇസ് ടർബുലേറിയൻസ് ആൻഡ് ദിസ് ഷോസ് ദ റീജനറേഷൻ ഓഫ് പ്ലനേറിയ. ഫ്ലാറ്റ് വേംസ്, അതായത് നാടവിര, നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റാണ് നാടവിര എന്ന് പറയുന്നത്. അതാണ് ടിപ്പിക്കൽ എക്സാമ്പിൾ, പെട്ടെന്ന് മനസ്സിലാവുന്ന എക്സാമ്പിൾ. Okay, that is all about Phylum Platyhelminthus.